ഇന്ന് നമുക്ക് പഴം കൊണ്ടൊരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നെയ്യ് ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വാട്ടിയതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. ബൈ.